റഷ്യ യുക്രൈൻ യുദ്ധം, ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ, നാറ്റോയുടെ നീക്കങ്ങൾ, അത് ആഗോളതലത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ അറിയേണ്ടിയിരിക്കുന്നു. ലോക ചരിത്രത്തിലെ ഒരു നിർണായക വഴിത്തിരിവാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള നിലവിലെ സൈനിക സംഘർഷം. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ഒരു പ്രാദേശിക യുദ്ധമായി മാത്രം ഇതിനെ കാണുന്നത് വലിയ തെറ്റാണ്. യഥാർത്ഥത്തിൽ ഈ യുദ്ധം റഷ്യയും അമേരിക്കൻ നേതൃത്വത്തിലുള്ള നാറ്റോ സൈനിക സഖ്യവും തമ്മിലുള്ള ഒരു പരോക്ഷ യുദ്ധമാണ്. ശീതയുദ്ധത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ ഭൗമ രാഷ്ട്രീയ പോരാട്ടമാണിത്. ഈ സംഘർഷം നിലവിലെ ആഗോള രാഷ്ട്രീയ, സാമ്പത്തിക, സൈനിക ക്രമങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള ലോക നേതാക്കളുടെ പ്രതികരണങ്ങൾ ഈ സാഹചര്യത്തിന്റെ സങ്കീർണത വർദ്ധിപ്പിക്കുകയും പുതിയ ശക്തി കേന്ദ്രങ്ങളുടെ ഉദയത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ഈ പ്രതിസന്ധിയുടെ വേരുകൾ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയിലാണ്. സോവിയറ്റ് യൂണിയൻ ശിഥിലമായപ്പോൾ അതിന്റെ ഭാഗമായിരുന്ന കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളുമായി കൂടുതൽ അടുക്കാൻ തുടങ്ങി. യൂറോപ്യൻ യൂണിയനിലും നാറ്റോയിലും അംഗത്വം നേടിക്കൊണ്ട് അവർ റഷ്യൻ സ്വാധീനത്തിൽ നിന്നും പൂർണ്ണമായും പുറത്തു കടക്കാൻ ശ്രമിച്ചു. ഇത് റഷ്യയെ സംബന്ധിച്ച് അവരുടെ അതിർത്തികളിലേക്ക് നാറ്റോ സൈനിക സഖ്യം അടുക്കുന്നുവെന്ന ഭയം ജനിപ്പിച്ചു. യുക്രൈൻ നാറ്റോയിൽ ചേരുന്നത് തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് റഷ്യ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി.